മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കൊച്ചിയിലെ ഗോശ്രീ പാലത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം മോർണിംഗ് വാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DGP, കലക്ടർ, സിനിമാ താരങ്ങൾ അങ്ങനെയുള്ള ആളുകൾ കൂടി ഈ മോർണിംഗ് വാക്കിൽ പങ്കെടുക്കുന്നുണ്ട്. നിതിൻ സേവിയറാണ് വിവരങ്ങൾ നൽകാനുള്ളത്. നിതിൻ, നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിലയിരുത്താനാണ് ഗ്യാനേഷ് കുമാർ കേരളത്തിലേക്ക് എത്തിയത്. രാവിലെ തന്നെ എന്താണ് പരിപാടി? ജിൽസി, രാവിലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ എറണാകുളം ഗോശ്രീ പാലത്തിലെ വാക്വേയിലൂടെ ഈ കുട്ടികളുമായി സംവദിക്കുന്ന പരിപാടിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ മോർണിംഗ് വാക്ക് നടത്തുകയാണ് അദ്ദേഹത്തിന്റെ പഴയകാല ഓർമ്മകൾ, പ്രത്യേകിച്ച് 20 വർഷം മുൻപ് എറണാകുളം കളക്ടറായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ പഴയകാല ഓർമ്മകളൊക്കെ അദ്ദേഹം സഹപ്രവർത്തകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ ഗോശ്രീ പാലം മുഴുവനും അദ്ദേഹം നടക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ തന്നെ ഈ വിദ്യാർത്ഥികൾ 300ഓളം വിദ്യാർത്ഥികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംവദിക്കും. ഈ കുട്ടികളൊക്കെ വോട്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജനാധിപത്യ പ്രക്രിയകളിൽ പങ്കെടുക്കുന്നതിൻ്റെ ആവശ്യകതയുമൊക്കെയുമായി ബന്ധപ്പെട്ടാണ് ഈ വിദ്യാർത്ഥികളുമായി സംവദിക്കാനായി അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം DGP ഉണ്ട്, ADGPമാരുണ്ട്, ഒപ്പം കളക്ടറുണ്ട്, സിനിമാ താരങ്ങൾ സിജോ വർഗീസും ടിനി ടോമും അടക്കം സരയും അടക്കമുള്ള സിനിമാ താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ രാവിലെ ഈ ഇവിടെ വിദ്യാർത്ഥിയുമായി സംബന്ധിക്കുക അദ്ദേഹത്തിൻ്റെ പഴയകാല ഓർമ്മകൾ, പ്രത്യേകിച്ച് അദ്ദേഹം ഇന്നലെയും അദ്ദേഹം ഇത്തരത്തിൽ എറണാകുളത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ പഴയ സഹപ്രവർത്തകരുമൊത്തുകൂടി അവരോട് പഴയകാല ഓർമ്മകളൊക്കെ പങ്കുവച്ചിരുന്നു. ഇന്നലെ ദർബാർ ഹാളിൽ വൈകിട്ട് അദ്ദേഹം ദർബാർ ഹാൾ കാണാനെത്തിയിരുന്നു. അപ്പോൾ 20 വർഷം മുൻപ് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തെ ഇപ്പോഴത്തെ മാറ്റങ്ങളുമൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് അദ്ദേഹത്തിന് ഈ പരിപാടിക്ക് ശേഷം 11 മണിക്ക് മറ്റൊരു പരിപാടിയുണ്ട്, വൈകിട്ട് 7:00 ഒരു പരിപാടിയുണ്ട്. ഇന്ന് അങ്ങനെ 3 പരിപാടികളുണ്ട്. പ്രധാനമായും ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുമായി രാവിലെ 11 മണിക്ക് ചർച്ച നടക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും നാളെ വൈകിട്ട് മാധ്യമങ്ങളെ കാണുക. ഈ SIRമായി ബന്ധപ്പെട്ട് ഒപ്പം വോട്ടെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനുമായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നാളെ വൈകിട്ട് 4 മണിക്കാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ഔദ്യോഗികമായി കാണുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് അല്ലെങ്കിൽ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം മറുപടി നൽകുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഈ ഗോശ്രീ പാലത്തിലൂടെ മോർണിംഗ് വാക്കിൽ ഏർപ്പെടുകയാണ്. ഇത് ഏതാണ്ട് 1 മണിക്കൂർ കൂടി നീണ്ടു നിൽക്കും. ഇതിനുശേഷം 300ഓളം വിദ്യാർത്ഥികൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്. ഈ സ്കൂൾ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിക്കും. അവർക്കുള്ള സംശയങ്ങൾ, ഇദ്ദേഹത്തിനോട് അവർക്ക് ചോദിക്കാനുള്ള സംശയങ്ങൾക്കൊക്കെ അദ്ദേഹം മറുപടി നൽകും. ഇതിനായി പ്രത്യേകം താഴെ ഈ ഗോശ്രീ ബോട്ട് ജെട്ടിയിൽ ഒരു പ്രത്യേക വേദി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവിടെയായിരിക്കും ഈ പരിപാടി നടക്കുക. ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ അവസാനത്തിൽ ഈ ഗോശ്രീ പാലത്തിൻ്റെ അവസാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ കുട്ടികളുമായുള്ള സംവദിക്കൽ, കുട്ടികളുടെ ചോദ്യത്തിന് മറുപടി നൽകലൊക്കെ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തുടങ്ങി. അതായത് ഇപ്പോൾ ഈ DGP ഉണ്ട്, ADGP ഉണ്ട്, അങ്ങനെ നിരവധി ആളുകൾ അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. വലിയ തോതിലുള്ള സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ജിൽസി.